എല്ലാവർക്കും നമസ്കാരം. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ്റെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. വാട്ട് ഈസ് ദ പോസിബിൾ റേഞ്ച് ടു മെഷർ ദ സൈസ് ഓഫ് ദി വയർ ഇൻ എ സ്റ്റാൻഡേർഡ് വയർ ഗേജ്? അതായത് സ്റ്റാൻഡേർഡ് വയർ ഗേജിൻ്റെ മെഷർ ചെയ്യുന്ന സൈസിൻ്റെ റേഞ്ച് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്റ്റാൻഡേർഡായിട്ട് ലഭിക്കുന്ന വയർ ഗേജിൽ ഉള്ളത് 0 മുതൽ 36 വരെയാണ്, 0 മുതൽ 36 വരെ. അപ്പോൾ അതിന് ഉത്തരം ഓപ്ഷൻ ഡി, 0 to 36. മൂന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദി വയർ ജോയിൻറ്റ്? ഈ കാണുന്ന വയർ ജോയിൻറ്റിൻ്റെ പേരെന്താണെന്നാണ് ചോദ്യം. അപ്പോൾ ഞാനിതിലേക്ക് ഇതുൾപ്പെടെയുള്ള വയറിങ്ങിൽ ഉപയോഗിക്കുന്ന കുറച്ച് ജോയിൻറ്റ്സിൻ്റെ ഫിഗർ ആഡ് ചെയ്യാം. നാലാമത്തെ ചോദ്യം, വിച്ച് ടൈപ്പ് ഓഫ് സോൾഡറിങ് ഫ്ലക്സ് ഈസ് യൂസ്ഡ് ഫോർ സോൾഡറിങ് ഗാൽവനൈസ്ഡ് അയൺ? ഗാൽവനൈസ്ഡ് അയൺ സോൾഡർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫ്ലക്സ് ഏതാണെന്നാണ് ചോദ്യം. അതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഹൈഡ്രോക്ലോറിക് ആസിഡ് ഫ്ലക്സ് ആണ്. വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് XLPE കേബിൾ? XLPE എന്ന് പറയുന്നതിൻ്റെ ഫുൾ ഫോം എന്താണെന്നാണ് ചോദ്യം. അതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്, ക്രോസ് ലിങ്ക്ഡ് പോളി എഥിലീൻ എന്നാണ്. ഓപ്ഷൻ സി. Which type of fault of UG cable can be located by this loop test? Loop test ഉപയോഗിച്ച് കണ്ടുപിടിക്കാവുന്ന ഫോൾട്ട് ഏതാണെന്നാണ് UG കേബിളുകളിൽ. അതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഷോർട്ട് സർക്യൂട്ട് ഫോൾട്ടാണ് ലൂപ്പ് ടെസ്റ്റ് ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നത്. വിച്ച് കേബിൾ ലൈയിങ് മെത്തേഡ് ഈസ് യൂസ്ഡ് ഇൻ ജനറേറ്റിംഗ് സ്റ്റേഷൻ? ജനറേറ്റിംഗ് സ്റ്റേഷനുകളിൽ ഉപയോഗിക്കുന്ന കേബിൾ ലേയിങ് മെത്തേഡ്, അതായത് കേബിൾ വിരിക്കുന്ന രീതി ഏതാണെന്നാണ് ചോദ്യം. അതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, റാക്സ് ഇൻ എയർ മെത്തേഡാണ് ജനറേറ്റിംഗ് സ്റ്റേഷനുകളിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. അടുത്ത ചോദ്യം, ഹൗ മെനി ഇലക്ട്രോൺസ് ആർ ദർ ഇൻ ദ വാലൻസ് ഷെൽ ഓഫ് എ കോപ്പർ ആറ്റം? കോപ്പർ ആറ്റത്തിൻ്റെ വാലൻസ് ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകൾ ഉണ്ടെന്നാണ് ചോദ്യം. കോപ്പർ ആറ്റത്തിൻ്റെ അറ്റോമിക നമ്പർ എന്ന് പറയുന്നത് 29 ആണ്. അപ്പോൾ അതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത് നമുക്ക് ചിത്രത്തിൽ കാണാം, 2, 8, 18, 1. അപ്പോൾ അവസാനത്തെ ഷെല്ലിൽ അഥവാ വാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോണിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ നമ്മുടെ ഉത്തരം ഏതായിരിക്കും? ഓപ്ഷൻ എ, 1 ആയിരിക്കും. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് ഇൻസുലേഷൻ റെസിസ്റ്റൻസ്? ഇൻസുലേഷൻ റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ഏതാണെന്നാണ് ചോദ്യം. നമുക്കറിയാം, ഇൻസുലേഷൻ റെസിസ്റ്റൻസ് അളക്കുന്നത് നമ്മൾ സാധാ ഓം മീറ്ററിലല്ല, അത് മെഗാ ഓം മീറ്ററിലാണ് അഥവാ മെഗറിലാണ്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് പറയാം, ഏതായിരിക്കും? ഓപ്ഷൻ ഡി ആണ്, മെഗാ ഓമിലാണ് നമ്മൾ എന്ത് അളക്കുന്നത്? ഇൻസുലേഷൻ റെസിസ്റ്റൻസ് അളക്കുക. അടുത്ത ചോദ്യം, വിച്ച് ഇലക്ട്രിക്കൽ ഡിവൈസ് ഈസ് ദ കോഴ്സ് എക്സസ് കറണ്ട് പ്രൊട്ടക്ഷൻ? അതായത് ഒരു ഫോൾട്ട് ഉണ്ടാകുന്ന സമയത്ത് ഈ പറഞ്ഞ 4 ഫീസുകളിൽ ഏതാണ് ആ ഫോൾട്ടിനെ വളരെ സോഫ്റ്റായിട്ട് ഹാൻഡിൽ ചെയ്യുന്നത് എന്നാണ് ചോദ്യം. അതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി, റീവയറബിൾ ഫ്യൂസസ്. വാട്ട് ഈസ് ദ എഫക്റ്റ് ഓൺ മോൾട്ടൺ സോൾഡർ ഡ്യൂ ടു റിപ്പീറ്റഡ് മെൽറ്റിംഗ്? അതായത് ഉരുക്കിയ സോൾഡർ വീണ്ടും വീണ്ടും നമ്മൾ ഉരുക്കിയാൽ എന്ത് സംഭവിക്കുമെന്നാണ് ചോദിക്കുക. അതായത് നമ്മുടെ ഉരുക്കിയ ആ സോൾഡർ വീണ്ടും വീണ്ടും നമ്മൾ ഉരുക്കുകയാണെങ്കിൽ അതിലെ ടിന്നിൻ്റെ അംശം കുറഞ്ഞു വരും. അപ്പോൾ നമ്മുടെ ഉത്തരം എന്തായിരിക്കും? ഓപ്ഷൻ എ, ടിൻ കണ്ടൻറ്റ് റെഡ്യൂസ്ഡ്. അടുത്ത ചോദ്യം, വാട്ട് വിൽ ഹാപ്പൻ ടു PVC ഇൻസുലേഷൻ ഇൻ കേബിൾ ക്യാരീസ് എക്സസ് കറണ്ട് കണ്ടിന്യൂസ്ലി ഫോർ ലോങ് പീരിയഡ്? അതായത് ഒരു PVC ഇൻസുലേറ്റ് ചെയ്ത കേബിളിലൂടെ അധിക വൈദ്യുതി കുറേ കാലത്തിന് തുടർച്ചയായി ഒഴുകിക്കൊണ്ടിരുന്നാൽ എന്ത് സംഭവിക്കും അതിൻ്റെ ഇൻസുലേഷൻ എന്നാണ് ചോദ്യം. ഇതിന് ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ഡിക്രീസസ്. അതിൻ്റെ ഇൻസുലേഷൻ റെസിസ്റ്റൻസ്
കുറഞ്ഞു വരുന്നു. അടുത്ത ചോദ്യം, വിച്ച് മെത്തേഡ് ഓഫ് കേബിൾ ലേയിങ് ഈസ് സ്യൂട്ടബിൾ ഫോർ കൺജസ്റ്റഡ് ഏരിയാസ്? അതായത് കൺജസ്റ്റഡ് ആയിട്ടുള്ള, അതായത് ഇടുങ്ങിയ ഏരിയകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഏത് തരത്തിലാണ് കേബിൾ വിരിക്കുന്നത് എന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ ബി ആണ്, ഡക്റ്റ് പൈപ്സ് മെത്തേഡാണ് നമ്മളവിടെ ഉപയോഗിക്കുന്നത്. What is the name of the part marked X in UG cables? അതായത് ഈ അണ്ടർഗ്രൗണ്ട് കേബിളിൽ ഇതിൽ കാണിച്ചിരിക്കുന്ന ഈ ഭാഗം ഏതാണെന്നാണ് ചോദ്യം. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. മെറ്റാലിക് ഷീത്താണ് ഈ ഇതിൽ കാണിച്ചിരിക്കുന്ന ഈ ഭാഗം. ആ മെറ്റാലിക് ഷീത്ത് ഒന്നുകിൽ ലെഡ് കൊണ്ടോ അല്ലെങ്കിൽ അലുമിനിയം കൊണ്ടാണ് നിർമ്മിക്കുന്നത്. ഇതിൻ്റെ പ്രധാന ധർമ്മം എന്ന് പറയുന്നത് മണ്ണിലുള്ള ആസിഡ്, ആൽക്കലി അവയുടെ രാസപ്രവർത്തനം, അതുപോലെ ആർദ്രത, അതായത് വെള്ളത്തിൻ്റെ കണ്ടന്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രവർത്തനം, ഇതിനെല്ലാം തടയുന്നു. ഒപ്പം തന്നെ ഇതിന് എന്തെങ്കിലും ഫാൾട്ട് ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഭാഗം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, എർത്ത് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എന്തെങ്കിലും ഫാൾട്ടുകൾ ഉണ്ടെങ്കിൽ അത് എർത്തായി പോവുകയും ചെയ്യും. ഇതാണ് ഈ മെറ്റാലിക് ഷീത്തിൻ്റെ അല്ലെങ്കിൽ ലെഡ് ഷീത്തിൻ്റെ ഈ ഭാഗത്തിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ധർമ്മം എന്ന് പറയുന്നത്. Which part of the underground cable is protecting the metallic sheath against corrosion? അതായത് മെറ്റാലിക് ഷീത്തിൻ്റെ കൊറോഷൻ, അതായത് തുരുമ്പിക്കുക അല്ലെങ്കിൽ ദ്രവിക്കുക, ഇതിൽ നിന്നൊക്കെ സംരക്ഷിക്കുന്നത് അണ്ടർഗ്രൗണ്ട് കേബിളിൻ്റെ ഏത് ഭാഗമാണെന്നാണ് ചോദ്യം. അപ്പോൾ ഈ ചിത്രത്തിൽ നിന്ന് വ്യക്തമാണ്, മെറ്റാലിക് ഷീത്തിനെ പൊതിഞ്ഞ് ആവരണം ചെയ്ത് സംരക്ഷിച്ച് നിർത്തുന്നത് ബെഡിങ് ആണ്. അപ്പോൾ അതിൻ്റെ ഉത്തരം ബെഡിങ്. Why the soldering iron must be kept into a stand that not in use while soldering? അതായത് സോൾഡറിങ് ചെയ്യാത്ത സമയത്ത് അത് അതിൻ്റെ സ്റ്റാൻഡിൽ തന്നെ വെക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ട്? അതാണ് ചോദ്യം. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. ഇറ്റ് പ്രിവെൻറ്റ്സ് ബേൺസ് ആൻഡ് ഫയർ എന്ന് പറഞ്ഞാൽ നമ്മൾ പൊള്ളലിൽ നിന്നോ തീപിടുത്തത്തിൽ നിന്നോ ഇത് സഹായിക്കുന്നു. കാരണം ഇത് അലക്ഷ്യമായി നമ്മൾ ഒരു ടേബിൾ വെക്കുകയാണെങ്കിൽ നമ്മളത് അതുമായിട്ട് ബന്ധം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പൊള്ളലേൽക്കാം. അതുപോലെ തന്നെ നമ്മൾ വർക്ക് ചെയ്യുന്ന ടേബിൾ അത് മരത്തിൻ്റെ ആണെങ്കിൽ ഇതിൻ്റെ ചൂട് തട്ടി അത് തീ പിടിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും വർക്ക് ചെയ്യാത്ത സമയത്ത് നമ്മൾ സോൾഡറിങ് സ്റ്റാൻഡിൽ തന്നെ വെക്കുക. അടുത്ത ചോദ്യം, വിച്ച് ടൈപ്പ് ഓഫ് വയർ ജോയിൻറ്റ് ഈസ് ഫൗണ്ട് ഇൻ ദ ജംഗ്ഷൻ ബോക്സ്? ജംഗ്ഷൻ ബോക്സുകളിൽ കാണുന്ന വയർ ജോയിൻറ്റ് ഏതാണെന്നാണ് ചോദ്യം. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്, റാറ്റ് ടെയിൽ ജോയിൻറ്റ്. അടുത്തത്, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദി ജോയിൻറ്റ്? ഈ ജോയിൻറ്റിൻ്റെ പേരെന്താണ്? അതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്, മാരീഡ് ജോയിൻ്റ് ആണ് ഈ കാണുന്നത്. ചോദ്യം, വാട്ട് ഈസ് ദ യൂസ് ഓഫ് ബ്രിട്ടാനിയ ടീ ജോയിൻറ്റ്? ബ്രിട്ടാനിയ ടീ ജോയിൻറ്റ് എന്തിനാണ് നമ്മൾ വയറിങ്ങിൽ ഉപയോഗിക്കുന്നത്? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ടാപ്പിംഗ് ദ സർവീസ് കണക്ഷൻ ഫ്രം ഓവർഹെഡ്. അതായത് ഓവർഹെഡ് ലൈനിൽ നിന്നും ഒരു എക്സ്ട്രാ കണക്ഷൻ ടാപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രിട്ടാനിയ ടീ ജോയിൻറ്റ് ഉപയോഗിക്കുന്നത്. വിച്ച് ടൈപ്പ് ഓഫ് സോൾഡറിങ് മെത്തേഡ് ഈസ് യൂസ്ഡ് ഫോർ സർവീസിങ് ആൻഡ് റിപ്പയറിംഗ് വർക്ക്? സർവീസിങ്ങിനും റിപ്പയറിംഗ് വർക്കുകൾക്കും നമ്മൾ ഉപയോഗിക്കുന്ന സോൾഡറിങ് രീതി ഏതാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം, സോൾഡറിങ് വിത്ത് സോൾഡറിങ് ഗൺ. Name the part marked X of belted UG cable. ഈ അണ്ടർഗ്രൗണ്ട് കേബിളിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗം ഏതാണ്? ചിത്രത്തിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗം ലെഡ് ഷീത്താണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉത്തരം ലെഡ് ഷീത്ത്, ഓപ്ഷൻ സി. 30, which insulating material is used as hot pouring compound for making joints in underground cable? അണ്ടർഗ്രൗണ്ട് കേബിളിൻ്റെ ജോയിൻറ്റുകളിൽ ഉപയോഗിക്കുന്ന എന്ത് കോമ്പൗണ്ടാണ് ഉപയോഗിക്കുന്നത് ജോയിൻറ്റുകളിൽ? ഓപ്ഷൻ സി, ബിറ്റുമിനസ് കോമ്പൗണ്ട് ആണ് ജോയിൻറ്റുകളിൽ ഉപയോഗിക്കുന്നത്.
വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ബെഡിങ് ഇൻസുലേഷൻ ഓഫ് യു ജി കേബിൾ? അണ്ടർഗ്രൗണ്ട് കേബിളിൽ ഉപയോഗിച്ചിരിക്കുന്ന ബെഡിങ്ങിൻ്റെ ധർമ്മം എന്ത്? മെറ്റാലിക് ഷീറ്റിനെ മറ്റ് മെക്കാനിക്കൽ ഇഞ്ചുറികളിൽ നിന്നും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബെഡിങ് എന്ന ആവരണം നൽകിയിരിക്കുന്നത്. Which test is conducted to locate the faults in UG cables? അണ്ടർഗ്രൗണ്ട് കേബിളുകളിൽ ഉണ്ടാകുന്ന ഫാൾട്ടുകൾ കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ഏതാണെന്നാണ് ചോദ്യം. ഫാൾട്ടുകൾ കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യുന്ന ടെസ്റ്റാണ് ലൂപ്പ് ടെസ്റ്റ്. ഓപ്ഷൻ എ, ലൂപ്പ് ടെസ്റ്റ്. What does the number 1.40 represent if a stranded conductor is designated as 7/1.40? അതായത് 1.40 എന്നതുകൊണ്ട് എന്താണ് ആ സ്പെസിഫിക്കേഷനിൽ ഉദ്ദേശിക്കുന്നത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി, ഡയമീറ്റർ ഓഫ് ഈച്ച് കണ്ടക്ടർ. അതായത് 7/1.40 എന്ന് പറഞ്ഞാൽ അതിൽ മൊത്തം 7 കണ്ടക്ടർ ഉണ്ട്. അതിൽ ഓരോ കണ്ടക്ടറിൻ്റെയും ഡയമീറ്റർ അഥവാ വ്യാസം 1.40 ആണ്. അതാണ് ഉദ്ദേശിച്ചത്. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഓഫ് അലൂമിനിയം കണ്ടക്ടർ? അതായത് അലൂമിനിയം കണ്ടക്ടറിൻ്റെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എത്രയാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ് ഉത്തരം, 61 mho per meter. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ സൈസ് ഓഫ് ന്യൂട്രൽ കണ്ടക്ടർ കമ്പയർഡ് ടു ഫേസ് കണ്ടക്ടർ ഇൻ യു ജി കേബിൾ? അണ്ടർഗ്രൗണ്ട് കേബിളിൽ ഉപയോഗിച്ചിരിക്കുന്ന ന്യൂട്രൽ വയറിൻ്റെ വണ്ണം ഫേസ് വയറിനെ താരതമ്യം ചെയ്യുമ്പോൾ എത്രയായിരിക്കും എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് ഉത്തരം, ഹാഫ് സൈസ് ഓഫ് ഫേസ് കണ്ടക്ടർ. അതായത് ഫേസ് വയർ എത്രയാണോ അതിൻ്റെ ഏരിയയുടെ പകുതിയായിരിക്കും ന്യൂട്രൽ വയർ. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദി ടൂൾ? ഈ കാണുന്ന ടൂളിൻ്റെ പേരെന്ത്? ഇതിൻ്റെ ടിപ്പ് അല്ലെങ്കിൽ അഗ്രഭാഗം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം അത് വളഞ്ഞാണ് ഇരിക്കുന്നത്, ചെയ്യുന്ന ഭാഗം വളഞ്ഞാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതൊരിക്കലും കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നതല്ല. ഇതിൽ 3 ഓപ്ഷനുകൾ അഥവാ ഓപ്ഷൻ എ, ബി ആൻഡ് ഡി, ഇത് 3ഉം കട്ടിങ്ങിന് ഉപയോഗിക്കുന്ന ടൂളുകളാണ്. അതിൽ പെടാത്തത് ക്രിമ്പിംഗ് ടൂൾ മാത്രമേ ഉള്ളൂ. ക്രിമ്പിംഗ് ടൂൾ എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ടെർമിനേഷന് വേണ്ടി. അപ്പോൾ നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി ആണ്, ക്രിമ്പിംഗ് ടൂൾ. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ റീഡിംഗ് ഓഫ് ദി മൈക്രോമീറ്റർ? ഈ മൈക്രോമീറ്ററിൽ കാണിച്ചിരിക്കുന്ന റീഡിംഗ് എത്രയാണെന്നാണ് ചോദ്യം. പ്രധാന ഭാഗങ്ങൾ ഒരു മെയിൻ സ്കെയില്, താഴെ സബ് സ്കെയില്, അതിനുശേഷം ഒരു തിമ്പിൾ സ്കെയിലുണ്ട്. ഇതിൽ മെയിൻ സ്കെയിലിൽ 1 mm അളവുകളായിട്ടാണ് വിഭജിച്ചിരിക്കുന്നത്. സബ് സ്കെയിലിൽ ഈ 1 mm വീണ്ടും വിഭജിച്ചിരിക്കുന്നു, 0.5 mm ആയിട്ട് വിഭജിച്ചിരിക്കുന്നു. അതിനുശേഷം സിമ്പിൾ സ്കെയിൽ ചെയ്തിരിക്കുന്നത് സബ് സ്കെയിലിലെ 0.5 mm വീണ്ടും 50 ഭാഗങ്ങളാക്കി മാറ്റിയിരിക്കുന്നു. അപ്പോൾ ഒരളവ് എന്ന് പറയുന്നത് 0.01 mm ആയിരിക്കും. ഇവിടെ കാണുന്നത് മെയിൻ സ്കെയിലിൽ 4 mm, സബ് സ്കെയിലിൽ 0.5 mm. ഇവിടെ തിമ്പിൾ സ്കെയിൽ മെയിൻ ലൈനുമായി ചേർന്ന് നിൽക്കുന്നത് 5ലാണ്. അപ്പോൾ അതുകൊണ്ട് 0.05 mm എന്ന് ടിമ്പിൾ സ്കെയിലിൽ നമുക്ക് കിട്ടും. അപ്പോൾ ടോട്ടൽ എന്ന് പറയുന്നത് മെയിൻ സ്കെയിലിൽ 4 mm, സബ് സ്കെയിലിൽ 0.5 mm പ്ലസ് ടിമ്പിൾ സ്കെയിലിൽ 0.05 mm. അങ്ങനെ ടോട്ടൽ 4.55 mm എന്ന് നമുക്ക് കിട്ടുന്നു. Which method of soldering is used for repairing the vehicle body? വാഹനത്തിൻ്റെ ബോഡി നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഏത് തരം സോൾഡറിങ് ആണ് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ ബി, സോൾഡറിങ് വിത്ത് ഫ്ലെയിം. വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജ് ഓഫ് സ്റ്റാൻഡേർഡ് കണ്ടക്ടർ ഓവർ സോളിഡ് കണ്ടക്ടർ? അതായത് സോളിഡ് കണ്ടക്ടറിനെ അപേക്ഷിച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കണ്ടക്ടറുകൾക്ക് ഉള്ള ഗുണമേന്മ എന്ത് എന്നാണ് ചോദ്യം. സ്റ്റാൻഡേർഡ് കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത് വണ്ണം കുറഞ്ഞ ഒരുപാട് കണ്ടക്ടേഴ്സ് കൂടി ചേർന്നാണ് സ്റ്റാൻഡേർഡ് കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. സോളിഡ് ആകുമ്പോൾ ഒരൊറ്റ കണ്ടക്ടർ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് സ്റ്റാൻഡേർഡ് കണ്ടക്ടർ കൈകാര്യം ചെയ്യാൻ വളരെ സുഖമാണ്. ബ്രേക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ പൊട്ടുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, മോർ ഫ്ലെക്സിബിൾ. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദി യൂണിറ്റ് ഫോർ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി? ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റിയുടെ യൂണിറ്റ് എന്ത്? ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആംപിയർ കറണ്ട് ഒരു കണ്ടക്ടറിലൂടെ 1 സെക്കൻഡ് നേരത്തേക്ക് ഒഴുകുന്നു. ഈ അളവിനെയാണ് ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്, അഥവാ 1 കൂളം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, കൂളം. വാട്ട് ഫോർമുല ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്?
EMF അഥവാ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് കണ്ടുപിടിക്കാൻ അനുയോജ്യമായ ഒരു സൂത്രവാക്യം ഇതിലേതായിരിക്കും? ഒരു ബാറ്ററി നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ അതിനുള്ളിൽ ഉൽപ്പാദിക്കപ്പെടുന്നത് EMF ആണ്. പക്ഷേ ഈ EMFനുണ്ടാകുന്ന കറണ്ട് ഇതിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസിലൂടെ പ്രയോഗിക്കുമ്പോൾ അവിടെ ഒരു IR ഡ്രോപ്പ്, ഒരു ഇൻറ്റേർണൽ റെസിസ്റ്റൻസിനാലുള്ള ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാകുന്നു. ഈ വോൾട്ടേജ് ഡ്രോപ്പ് ലെസ് ചെയ്തിട്ടുള്ള വോൾട്ടേജ് മാത്രമേ നമുക്ക് ടെർമിനലുകളിൽ ലഭിക്കുള്ളൂ. അഥവാ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ EMF എന്ന് പറയുന്നത് എന്തായിരിക്കും? പുറത്ത് ലഭിക്കുന്ന ടെർമിനലുകളിൽ ലഭിക്കുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെയും ഉള്ളിൽ നമുക്ക് നഷ്ടമായ IR ഡ്രോപ്പിൻ്റെയും തുകയായിരിക്കും നമുക്ക് EMF എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് EMF is equal to potential difference plus voltage drop. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദി സോൾഡറിങ് മെത്തേഡ്? ഈ കാണുന്ന സോൾഡറിങ് മെത്തേഡ് ഏതാണെന്നാണ് ചോദ്യം. നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, ഇത് ഓപ്ഷൻ സി ആണ്, സോൾഡറിങ് വിത്ത് സോൾഡറിങ് ഗൺ. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ കോസ് ഫോർ കോൾഡ് സോൾഡർ ഡിഫക്റ്റ് ഇൻ സോൾഡറിങ്? അതായത് കോൾഡ് സോൾഡറിങ് നടക്കാൻ എന്താണ് കാരണം? കോൾഡ് സോൾഡറിങ് നടക്കാൻ കാരണം എന്താണ്? മതിയായ ഹീറ്റർ നൽകുന്നില്ല, അതുകൊണ്ട് സോൾഡറിങ് എന്താവുന്നില്ല, മെൽറ്റ് ആവുന്നില്ല, ഉരുകുന്നില്ല. അപ്പോൾ നമുക്ക് ഓപ്ഷനിൽ നിന്ന് വളരെ വ്യക്തമാണ്, ഓപ്ഷൻ ബി ഇൻസഫിഷ്യൻറ്റ് ഹീറ്റിംഗ്, നല്ല രീതിയിൽ ഹീറ്റ് കിട്ടുന്നില്ല. അവസാന ചോദ്യം, വിച്ച് കണ്ടക്ടേഴ്സ് ആർ യൂസ്ഡ് ഫോർ ഡിസ്ട്രിബ്യൂഷൻ ലൈൻ? ഡിസ്ട്രിബ്യൂഷൻ ലൈനുകൾക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് ഏത് തരം കണ്ടക്ടറുകളാണ്? ഡിസ്ട്രിബ്യൂഷൻ അഥവാ വിതരണ ശൃംഖലയ്ക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് ബെയർ കണ്ടക്ടറുകളാണ്. അതായത് ഇൻസുലേഷൻ ഇല്ലാത്ത കണ്ടക്ടറുകളെയാണ് നമ്മൾ ബെയർ കണ്ടക്ടറുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ബെയർ കണ്ടക്ടറാണ് അതിൻ്റെ ഉത്തരം.